സർക്കാർ ഒന്നാം വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു. പല വമ്പൻ പദ്ധതികളും പ്രഖ്യാപിച്ചാണ് മോദി ബി.ജെ.പിയും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഈ ഒരു വർഷം കൊണ്ട് അതിൽ പറഞ്ഞ ഒരു പദ്ധതിക്ക് പോലും ജീവൻ വെപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. പല പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ കീശ കാലിയാക്കും എന്ന തിരിച്ചറിവിൽ എന്നേക്കുമായി കുഴിച്ചു മൂടിയിട്ടുമുണ്ട്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിച്ചത് എന്നിപ്പോൾ ബോധ്യമായി കഴിഞ്ഞിട്ടുമുണ്ട്. വോട്ട് പെട്ടിയിലാക്കാൻ വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കുകയും എന്നാൽ അധികാരം പിടിക്കുമ്പോൾ അതെല്ലാം വേസ്റ്റ് ബോക്സിലേക്ക് തട്ടുകയും ചെയ്യുന്ന പഴയകാല രാഷ്ട്രീയത്തിന്റെ പുതിയ പതിപ്പാണ് ബി.ജെ.പി എന്ന് തന്നെ പറയാം. മോദിയുടെ പിന്നണി പ്രവർത്തകരും പിന്തുണച്ച സാമ്പത്തിക വിദഗ്ധരും ബി.ജെ.പിയിലെ രണ്ട് ഉന്നതരും വലിയ ആഘോഷത്തോടെ തുടങ്ങിയ പദ്ധതികൾ എങ്ങനെ ചുരുട്ടിക്കെട്ടാമെന്ന ആലോചനയും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ആസൂത്രണമില്ലാതെ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ രാഷ്ട്രീയമായി ഗുണമില്ല എന്ന് മോദിയുടെ വിശ്വസ്തരിൽ നിന്നും അഭിപ്രായം ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് തീരുമാനം മാറ്റുന്നത്. ഇത്തരം പദ്ധതികളിലൂടെ മോദിക്ക് പാവങ്ങളുടെ നായകൻ എന്ന പ്രതിച്ഛായ ലഭിക്കും എന്നാണ് കരുതിയിരുന്നത്. ബജറ്റ് ഭാരം വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ ധനകാര്യ മന്ത്രാലയവും ധനകാര്യ കമ്മീഷനും പദ്ധതികൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരി ജനപ്രിയ പദ്ധതികൾക്ക് എതിരാണ്. ഓരോ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും ചില പദ്ധതികളിൽ നിന്നുമുള്ള നേട്ടം കുറയുന്നതായിട്ടും ബി.ജെ.പിയുടെ വിശകലന വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നത് വഴി വോട്ടർമാരെ ആകർഷിക്കുന്നതിനുള്ള സാധ്യത കുറഞ്ഞതായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. 2 വർഷം മുൻപ് നടന്ന മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പദ്ധതികൾ പൂർണ്ണ വ്യാപനത്തിൽ എത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നവയാണ് പദ്ധതി ഉപേക്ഷിക്കുന്നതിന്റെ ആദ്യ സൂചന മോദി നൽകിയത്. ക്ഷേമ പദ്ധതികൾ 100% പ്രീണീന രാഷ്ട്രീയം അവസാനിക്കുമെന്നും മോദി പറഞ്ഞിരുന്നു. ഇതിനു പുറമെ അടുത്ത വർഷം മുതൽ എല്ലാ കേന്ദ്ര പദ്ധതികൾക്കും കേന്ദ്രം സഹായം നൽകുന്ന പദ്ധതികൾക്കും ഫണ്ട് നിഷേധിക്കുമെന്നും 2 മാസം മുൻപ് ധനകാര്യ മന്ത്രാലയം വകുപ്പ് സെക്രട്ടറിമാർക്ക് മുന്നറിയിപ്പും നൽകിയതാണ്. ഏറ്റവും വലിയ ക്ഷേമ പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഗ്രാമവികസന മന്ത്രാലയം പദ്ധതി വിഹിതം കൂട്ടാൻ ശ്രമിച്ചപ്പോൾ ധനകാര്യ മന്ത്രാലയം ബജറ്റിലെ ഫണ്ട് പരിധി 60% പ്രഖ്യാപിച്ചു. ഇത് മോദി അവകാശപ്പെട്ടതുപോലെ 100% ഗുണഭോക്താക്കളിലേക്കല്ല, വർദ്ധിച്ചു വരുന്ന തൊഴിൽ ആവശ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 71 കോടിയുടെ തൊഴിലുറപ്പ് പദ്ധതി അഴിമതിയിൽ ബി.ജെ.പിയുടെ ഒരു മന്ത്രി മകനും അറസ്റ്റിലായതും അടുത്തിടെയാണ്. മറ്റൊരു അഭിമാന പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ UPA സർക്കാരാണ് കൊണ്ടുവന്നത് എങ്കിലും 2014 മോദി അധികാരമേറ്റതിന് പിന്നാലെയാണ് മോദി അത് അംഗീകരിച്ചത്. എന്നാൽ ഭൂമി ഏറ്റെടുക്കലിലെ താമസം, കാര്യക്ഷമത ഇല്ലായ്മ എന്നിവ കാരണം അത് അവതാളത്തിലായിരിക്കുകയാണ്. നമാമി ഗംഗ, മത്സ്യജൽ, PM കുസും, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികളെല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. ആവശ്യത്തിന് പണമില്ല എന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ച ഈ പദ്ധതികളെല്ലാം കേന്ദ്ര സർക്കാർ ഒളിച്ചുമയ്ക്കുമ്പോൾ അത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്ന സന്ദേശം കൂടി നൽകുന്നുണ്ട്.